അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഫിഖുൽ മുസ്ലിമിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഫിഖുൽ മുസ്ലിം കഴിഞ്ഞ എപ്പിസോഡിൽ നമസ്കാരത്തെക്കുറിച്ചും ജമാഅത്ത് നമസ്കാരത്തെക്കുറിച്ചുമൊക്കെയായിരുന്നു സംസാരിച്ചിരുന്നത്. ഇന്ന് അതിൻ്റെ ബാക്കി തന്നെയാണ് സംസാരിക്കാനുള്ളത്. നമസ്കാരത്തിൻ്റെ കർമ്മശാസ്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത്. ഉസ്താദെ, നമുക്ക് നമസ്കാരം നിരോധിക്കപ്പെട്ട സ്ഥലങ്ങളെക്കുറിച്ച് ഏതൊക്കെയാണെന്ന് പറഞ്ഞു നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അൽ അർളു കുല്ലുഹാ മസ്ജിദുൻ ഇല്ലൽ മഖ്ബറത്തു വൽ ഹമ്മാം എന്നാണ്. ഭൂമി മുഴുവൻ നമസ്കരിക്കാവുന്ന ഇടമാണ്. മഖ്ബറ അറിയാലോ, ശ്മശാനം, ഖബറിസ്ഥാൻ. വൽ ഹമ്മാം, ബാത്റൂം, ടോയ്ലറ്റ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, മാത്രമല്ല അത് ഉമ്മത്ത് മുസ്ലിമയുടെ പ്രത്യേകതയാണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട്, ഫഹൈസുമാ അദ്റക്കത്തുസ്സലാ ഫസ്വല്ലി. അതുകൊണ്ട് നീ എവിടെ, ഭൂമിയുടെ ഏത് കോണിൽ, ഏത് മല, ഏത് താഴ്വര, ഏത് പ്രദേശമാണ് എങ്കിലും നമസ്കാരത്തിൻ്റെ സമയം എത്തിക്കഴിഞ്ഞാൽ നീ അവിടെ നമസ്കരിച്ചോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇന്ന സ്ഥലത്തെ നമസ്കരിക്കാവൂ എന്ന നിയമം ഇസ്ലാമിലില്ല. അൽ അർളു കുല്ലുഹ മസ്ജിദുൻ എന്ന് പറയുമ്പോൾ ചിലയിൽ തൊഹൂറുൻ എന്നുണ്ട്. അങ്ങനെ പറയുമ്പോൾ ഈ കന്നിമൂല എന്ന് പറഞ്ഞ തട്ടിപ്പൊക്കെ അവിടെ പൊളിയും എല്ലാം. കാരണം നിസ്കരിക്കാൻ പറ്റിയ മസ്ജിദ് എന്ന് ഭൂമിയെ മൊത്തം പറഞ്ഞാൽ പിന്നെ ഇവിടെ വീടുണ്ടാക്കാൻ പറ്റൂല, ഇവിടെ വീടുണ്ടാക്കാൻ പറ്റൂല. എൻജിനീയറിങ്ങൊക്കെയായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ, പ്രകൃതിപരമായ വായു പ്രവാഹം ഇങ്ങനെയൊക്കെ നോക്കുന്ന നമ്മളെ വിഷയം നിസ്കാരമാണല്ലോ. അപ്പോൾ നമസ്കാരത്തിൻ്റെ ഷർത്തുകൾ മുമ്പ് നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ടതാണ് നമസ്കരിക്കുന്ന സ്ഥലം ശുദ്ധമായിരിക്കണം, നജസ്സില്ലാത്തതായിരിക്കണം എന്നുള്ളത്. അപ്പോൾ അത് ഏത് സ്ഥലമാവട്ടെ, ഇപ്പോൾ വീട്ടിൻ്റെ ഉള്ളിൽ വെച്ച് നമസ്കരിക്കുകയാണെങ്കിൽ അവിടെ നജസ്സുണ്ടെങ്കിൽ ആ സ്ഥലം വൃത്തിയാക്കാതെ അവിടെ നിസ്കരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇങ്ങനെയുള്ള നജസ് പുരണ്ടതോ നജസ് ഉള്ളതോ ആയ സ്ഥലങ്ങൾ ഒഴിവാക്കുക, ബാക്കിയുള്ള എല്ലാ സ്ഥലവും. അപ്പോൾ അതിൽ മഖ്ബറ എന്ന് പറഞ്ഞത് ശ്മശാനം, ഖബറടക്കുന്ന സ്ഥലം. ഇത് പണ്ഡിതന്മാർ എണ്ണി പറഞ്ഞിട്ടുണ്ട്. മസ്ബല, അതായത് മസ്ബല എന്ന് പറയുന്നത് കുപ്പ കൊണ്ടുപോയി ഇടുന്ന സ്ഥലം. ഇങ്ങനെ വൃത്തികെട്ടത്, ചീഞ്ഞത്. പിന്നെ കാരി ത്വരീഖ് പറഞ്ഞിട്ടുണ്ട്, വഴി, ആളുകൾ നടക്കുന്ന പാസേജ് ഉണ്ടല്ലോ, ഇത് വളരെ പ്രധാനപ്പെട്ട. കാരണം ആളുകൾ ചിലപ്പോൾ നമസ്കാരത്തോടുള്ള ആ പ്രതിബദ്ധത കൊണ്ട് ട്രെയിനിലൊക്കെ കാണാം, ആ ഇടനാഴിയിൽ ആളുകൾ നടന്ന വഴിയിൽ നിസ്കരിക്കുന്നത്, അവർക്കിത് അറിയില്ല. എന്നിട്ട് ട്രെയിനിൽ നടക്കേണ്ട ആളുകൾ എന്ത് ചെയ്യുക, വെയിറ്റ് ചെയ്യുക. ചിലപ്പം വളരെ അർജൻറ്റായിട്ട് ബാത്റൂമിൽ പോകേണ്ട, ടോയ്ലറ്റിൽ പോകേണ്ട ആളുകളൊക്കെ ആയിരിക്കും. ഇവരിങ്ങനെ, അല്ലെങ്കിൽ അത് ശരിയല്ലല്ലോ. ആളുകൾക്ക് നടക്കാൻ വേണ്ടി വളരെ ചുരുങ്ങിയ ഒരു ഇടുങ്ങിയ വഴിയാണ്. കിട്ടിയ ചാൻസിന് അവിടെ മുസല്ല അല്ലെങ്കിൽ അവിടെ അങ്ങ് നിസ്കരിക്കുക, അതൊക്കെ അവർ അങ്ങനെ നിസ്കരിക്കണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടാണ്. വളരെ ഇസ്ലാം വളരെ പ്രായോഗികമായി മനുഷ്യർക്കൊരു ഞെരുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല ഇബാദത്തൊന്നും അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് അതെ പ്രത്യേകിച്ച് ഈ വഴിയോരങ്ങൾ. അപ്പോൾ കാരിയത്വ ത്വരീഖ് എന്ന് പണ്ഡിതന്മാർ പ്രത്യേകം എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ സൂചിപ്പിച്ചത്. ഇങ്ങനെയുള്ളതല്ലാത്ത എല്ലാ സ്ഥലങ്ങളിലും നമസ്കരിക്കാം. ഈ നേരത്തെ പറഞ്ഞ വൃത്തി ഉണ്ടായിരിക്കണം എന്ന് മാത്രം. അതിൽ അങ്ങനെ പറയുമ്പോഴേ നമസ്കാരത്തിന് ഇപ്പോൾ ചില കമ്പനികളിലൊക്കെ അവർ നമസ്കാരത്തിന് പ്രത്യേകമായ ഇടമൊന്നും ഉണ്ടാവില്ല. ആ സന്ദർഭത്തിൽ നമസ്കരിക്കുമ്പോൾ അവിടെ ഔറത്ത് മറക്കാത്ത സ്ത്രീകളും ഒക്കെ അവിടെ ഉണ്ടാവുമല്ലോ. അത്തരം സാഹചര്യങ്ങളിൽ അവിടെ നിന്ന് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചില ആളുകൾ ചോദിക്കാറുണ്ട്. അത് സാധാരണഗതിയിൽ നമസ്കരിക്കുന്ന സ്ഥലം, നമസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ അള്ളാഹുവുമായിട്ടുള്ള മുനാജാത്ത് എന്ന് പറയാം, രഹസ്യ ഭാഷണം. അതിന് ആ ഏകാഗ്രതയും ഭക്തിയൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലം തന്നെ ആയിരിക്കണം. അതുകൊണ്ട് ചിത്രങ്ങളും വർണ്ണപ്പകിട്ടാർന്ന ശ്രദ്ധ ആകർഷിക്കുന്ന ശബ്ദങ്ങൾ, വർണ്ണങ്ങൾ, ചിത്രങ്ങൾ, ഇതൊക്കെ ഒഴിവാക്കുകയാണ് വേണ്ടത് സാധാരണഗതിയിലുള്ള കഥ ഈ പറയുന്നത്. പക്ഷേ ചില പ്രദേശങ്ങളിൽ എല്ലാവരും മുസ്ലിങ്ങളായിക്കൊള്ളണം എന്നില്ല. ആ കമ്പനി അല്ലെങ്കിൽ ജോലി സ്ഥലം, പഠന സ്ഥലം, ഹോസ്റ്റൽ താമസിക്കുന്ന സ്ഥലം, നിസ്കാരമാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റില്ല. ഇതൊന്നും പേര് നിസ്കാരം ഒഴിവാക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അവിടെയൊക്കെ പരമാവധി സൂക്ഷ്മത പുലർത്തുക. നമുക്ക് മാറ്റാനും
ഒഴിവാക്കാനും പറ്റുന്ന സംഗതികൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിക്കൊണ്ട് അവിടങ്ങളിലൊക്കെ നമസ്കരിക്കുക എന്നതാണ്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മളെ ശ്രദ്ധ അവിഹിതമായ അശ്ലീലമായ ഇതിലേക്കൊക്കെ ചിത്രങ്ങളും അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ടൊന്നും ശ്രദ്ധ എത്തിപ്പോകാതിരിക്കാനുള്ള വഴിയെടുക്കുക. എത്രത്തോളം അതുകൊണ്ട് ആ നിസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ ലാ സ്വലാത്ത ഫി ഹദറത്തി ത്വആമിൻ വലാ ഹുവ യുദാഫി ഉൽ അഖ്ബസൈനി എന്ന് പറയുന്നത്. ഭക്ഷണം വിളമ്പി അതിങ്ങനെ ആവി വറക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പിന്നെ ടോയ്ലറ്റിൽ പോകാൻ അത്യാവശ്യം മലമൂത്ര വിസർജനത്തിന് മുട്ടുന്ന സമയം, ഈ സമയത്തൊക്കെ നിസ്കാരം ഇല്ല എന്ന് പറയാൻ കാരണം ആ സമയത്തൊന്നും നമസ്കരിച്ചാൽ നമസ്കാരത്തിൻ്റെതായ ഒരു ലക്ഷ്യമുണ്ടല്ലോ, ശ്രദ്ധ, ആ ഏകാഗ്രത, ഭക്തിയൊന്നും കിട്ടൂല. അപ്പോൾ പിന്നെ ഇങ്ങനെയൊന്നും അല്ലാതെ തന്നെ ശ്രദ്ധ തെറ്റിക്കുന്ന ശബ്ദങ്ങൾ, ചിത്രങ്ങൾ, പരിസരമൊക്കെ അങ്ങനെ ആവുമ്പോൾ ആ സ്ഥലങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമസ്കാരത്തിൻ്റെ സമയം തെറ്റിപ്പോകും, നമസ്കാരം ആ സമയത്ത് നിർവഹിക്കാൻ പറ്റാതായി. അത്തരം ആശങ്കകൾ പിന്നെ ഫത്തഖുല്ലാ മസ്തതഅ്തും, നിങ്ങളെ കൊണ്ട് സാധിക്കുന്നത് പോലെ അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്ന ആയത്തിൻ്റെ വെളിച്ചത്തിൽ, ഹദീസിൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ നമസ്കരിക്കുക, അതാണ് ചെയ്യേണ്ടത്. ഉസ്താദേ, നമ്മൾ ഈ സാധാരണ ചോദിക്കാറുള്ളൊരു കാര്യമാണ്, നമ്മൾ സ്വഫായി നിൽക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. അതെ. അപ്പോൾ ചിലപ്പോഴൊക്കെ നമസ്കാരത്തിൽ നമ്മൾ കയറി നിൽക്കുമ്പോൾ നമ്മളൊക്കെ തക്ബീർ കെട്ടിയതിന് ശേഷമായിരിക്കും അടുത്ത മുമ്പിലുള്ള സ്വഫിൽ ഗ്യാപ്പ് കാണാം. അപ്പോൾ അങ്ങോട്ട് കയറി നിൽക്കണം. പക്ഷെ അപ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എങ്ങനെയാണ് അങ്ങനെ കയറി നിൽക്കുക? ഈ നമസ്കാരം, ജമാഅത്ത് നമസ്കാരത്തിൽ അങ്ങനെ ഒരു സിസ്റ്റം തന്നെ ഇസ്ലാം പഠിപ്പിച്ചതിൻ്റെ പിന്നിൽ വലിയ യുക്തിയുണ്ട്. ഒരു ഡിസിപ്ലിൻ, ഒരു അച്ചടക്കം, ഒരു ക്രമവും ചിട്ടയും, അത് വളരെ ഗൗരവമുള്ളതാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഖലീഫമാർ ഇമാമ് നിൽക്കുമ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാമ് നിൽക്കുമ്പോൾ തിരിഞ്ഞിങ്ങനെ നോക്കുന്നാണ് പറഞ്ഞത്. ഇമാമ് കൈകെട്ടുകയല്ല ചെയ്യുക, നോക്കി ആ അണി വളരെ കൃത്യമാണ്. സുദ്ദുൽ ഫുറജ്, ഇപ്പോഴും വിദേശ രാജ്യങ്ങളിലൊക്കെ ഗൾഫിലൊക്കെ ഇമാമുമാർ തറാസോ സുദ്ദുൽ ഫുറജ് ഇതിങ്ങനെ പറയുന്നതാണ്. വെച്ചാൽ അണി ചേർന്ന് നിൽക്കുക, ഗ്യാപ്പുകളൊക്കെ ഫില്ല് ചെയ്യുക എന്നിങ്ങനെ പറയുന്നതാണ്. ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചാണ്. ഒരുപാട് ആശയമുള്ള. അതായത് തക്ബീർ ചൊല്ലി സലാം വിടുന്നതല്ല, അതിലുപരി അണികൾ ശരിയായി ഒപ്പിച്ച് നിർത്തുക എന്നതും നിസ്കാരത്തിൽപ്പെട്ടതാണെന്ന്, നമസ്കാരത്തിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്, അതിൽപ്പെട്ടതാണെന്ന് തന്നെ പറയുന്നത്, അത് നിലനിർത്തുന്നതിൽപ്പെട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് വലാ തദഉ ഫുർജത്തൻ ലിശൈത്താൻ, പിശാചിന് കയറി വരാൻ നിങ്ങൾ ഗ്യാപ്പ് കൊടുക്കരുത്. പിശാച് കയറി വരാന്ന് പറഞ്ഞാൽ ഒരാൾക്ക് നിൽക്കാനുള്ള അടുത്ത് അയാൾ നിന്നില്ലെങ്കിൽ പിശാച് വന്നിട്ട് അവിടെ കൈ കെട്ടുന്നൊന്നല്ല പറഞ്ഞാൽ, അതൊക്കെ ഒരു ആലങ്കാരിക പ്രയോഗങ്ങളാണ്. ഈ ഗ്യാപ്പ് ഇവിടെ ഉണ്ടാകുമ്പോൾ എല്ലാവരും നിസ്കാരത്തിൽ, എൻ്റെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആളുകൾ നിസ്കാരത്തിലാണ്. അപ്പോൾ അങ്ങനെ കൈകെട്ടുമ്പോൾ ഒരു ഗ്യാപ്പ് ഇവിടെ ഉണ്ടായാൽ, അത് പെട്ടെന്നുള്ള ഗ്യാപ്പൊക്കെ ആണെങ്കിൽ ഒരാളും കൂടെ നിന്നെങ്കിൽ എന്നിങ്ങനെ ആഗ്രഹിക്കുന്ന മനസ്സ് വരും. അപ്പോൾ അതിന് സമയം കൊടുക്കാതെ ബേക്കിലുള്ള ഒരാൾ ആ സുദ്ദുൽ ഫുറജ് എന്നതിൻ്റെ ഭാഗമായിട്ട് കയറി അങ്ങോട്ട് ഫില്ല് ചെയ്യുക എന്നത്. അപ്പം നിസ്കാരം തുടങ്ങിയാലും അങ്ങനെ ചെയ്യണമെന്നാണ്. ഒരാൾ നിസ്കരിച്ചുകൊണ്ടിരിക്കുക മഅ്മൂമായിട്ട്, അപ്പോൾ മുമ്പിലെ സ്വഫ് ഗ്യാപ്പ് വന്നു, അപ്പോൾ ഇയാൾ കൈ അയക്കാതെ തന്നെ 3 അടി തുടർച്ചയായി നടക്കാതെ ഒരു സ്റ്റെപ്പ് വെച്ച് അവിടെ നിന്ന് അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ സഫിലേക്ക് എത്തും. അങ്ങനെ കയറി ആ സഫ് വളരെ സ്മൂത്തായിട്ട് അങ്ങ് ഫില്ല് ചെയ്യണം എന്നാണ് ഫുഖഹാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വേറൊരു സംശയം വന്നിട്ടുള്ളത്, ഈ ചില ആളുകൾ ചിലപ്പോൾ നമസ്കരിക്കുമ്പോൾ കണ്ടിട്ടുണ്ടാവും, വളരെ ഭക്തി കിട്ടാൻ വേണ്ടി കണ്ണടച്ചിട്ടാണ് നമസ്കരിക്കാറുള്ളത്. ഇതിനെക്കുറിച്ച് പണ്ഡിതന്മാർ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. ചില പണ്ഡിതന്മാർ നമസ്കാരത്തിൽ കണ്ണ് ചിമ്മുന്നത് കറാഹത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടില്ല. നമസ്കാരത്തിൻ്റെ ഭക്തി സാന്ദ്രമായ നമസ്കാരം, ഏകാഗ്രതയോടുകൂടി നമസ്കരിക്കാൻ കണ്ണ് ചിമ്മുന്നത് അത് അനുപേക്ഷണീയമായൊരു സംഗതിയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു എന്ന് അവരവാ. പക്ഷേ ഇമാം ഇബ്നുൽ ഖയ്യിമിനെ പോലുള്ള ചില പണ്ഡിതന്മാർ, അതുപോലെ തന്നെ ഷാഫി മദ്ഹബിലെ വലിയ ഇമാമായ ഇമാം ഇസ്സ് ബിൻ അബ്ദുസ്സലാം, ഒരാൾക്ക് കണ്ണിങ്ങനെ ചിമ്മിയാലാണ് അയാൾക്ക് ഭക്തി, നമസ്കാരത്തിൽ കോൺസെൻട്രേഷനായി ഏകാഗ്രത കിട്ടിയെങ്കിൽ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പൊതുവേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കണ്ണ് ചിമ്മിക്കൊണ്ട് നമസ്കരിക്കുക എന്നതല്ല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സഹാബത്തിൻ്റെയും സ്വഭാവം. അങ്ങനെ ചിമ്മിക്കൊണ്ട് നിസ്കരിച്ചതായിട്ട് നമുക്ക് എവിടെയും കാണാൻ സാധിക്കില്ല. എന്നാൽ കണ്ണ് ചിമ്മരുത് എന്നുള്ള വിലക്കുമില്ല. അപ്പോൾ അതുകൊണ്ട് നമസ്കാരത്തിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ, സൊല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി,
ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതാണോ നിങ്ങൾ കണ്ടിട്ടുള്ളത് അതുപോലെ നിങ്ങൾ നമസ്കരിക്കുക എന്ന് പറഞ്ഞ സ്ഥിതിക്ക് അതേപോലെ ചെയ്യുന്നതാണ് എന്ത് ഏറ്റവും അഫ്ദൽ ഖൈറൽ ഹദി ഹദി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഏറ്റവും ഉത്തമമായ മാതൃക ചര്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണ്. ഇനി ഒരാൾക്ക് കോൺസെൻട്രേഷൻ തെറ്റിപ്പോവും, അയാൾക്ക് കണ്ണ് ചിമ്മിയാൽ നമസ്കാരത്തിൽ നല്ല ഏകാഗ്രത കിട്ടുമെന്ന് പറഞ്ഞാൽ ഇമാം ഇബ്നുൽ ഖയ്യിം ഒക്കെ പറഞ്ഞതുപോലെ കണ്ണ് ചിമ്മുന്നതിന് കുഴപ്പമില്ല. പക്ഷെ അതൊരു പ്രോത്സാഹിപ്പിച്ച് എല്ലാവരും ഇങ്ങനെ ഒരു പള്ളിയിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കുറേ ഉറങ്ങുന്ന ആളുകൾ ഇങ്ങനെ തോന്നുന്ന മാതിരി അത് ചെയ്യുന്നത് എന്തായിരുന്നാലും ശരിയല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം അങ്ങനെ ആയിരുന്നില്ല. റസൂലിന്റെ നമസ്കാരം ഫോളോ ചെയ്യുക എന്നുള്ളതാണല്ലോ. തീർച്ചയായിട്ടും അതെ. ഇനി ഒരാൾക്ക് ചില മനുഷ്യർ ഓരോ പ്രകൃതിയാണല്ലോ, ഒരാൾക്ക് ഇങ്ങനെ കണ്ണ് ചിമ്മുന്ന ഉറങ്ങല്ല അങ്ങനെ ചെയ്യണം എന്നാണ് അയാൾക്ക് വല്ലാതെ കലശലായതെങ്കിൽ അതിന് അനുവദനീയമാണ് എന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത്. അതൊരു അഭികാമ്യം എന്നല്ല. അപ്പം അതുപോലെ തന്നെ നമസ്കാരം പിന്നെ അതിൻ്റെ കറക്റ്റ് സമയത്ത് നമസ്കരിക്കുക, അതിൻ്റെ വക്തിൽ തന്നെ നമസ്കരിക്കുക എന്നുള്ളതാണ്. പക്ഷെ അതിലൊരാൾ ഉറങ്ങിയിട്ട് ഒരുപാട് നമസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞു, സമയം കഴിഞ്ഞിട്ടാണ് അയാൾ എണീക്കുന്നത്. അപ്പം ആ സമയത്താണ് അദ്ദേഹം എണീക്കുന്നതെങ്കിൽ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? നമസ്കാരം ഖളാ വീട്ടുക എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനെപ്പറ്റി ആളുകൾ മനസ്സിലാക്കിയ ബോധപൂർവ്വം നിസ്കരിക്കാതെ നിന്നിട്ട് പിന്നെ ഖളാ വീട്ടാണ്. എന്നുവെച്ചാൽ ളുഹറിൻ്റെ സമയത്ത് പ്രത്യേകിച്ച് സ്ത്രീകളൊക്കെ ളുഹറിൻ്റെ സമയത്തൊക്കെ അവർ വീട്ടുപണിയിലും അടുക്കള പണിയിലും ഒക്കെ കൂടിയേക്കും. അപ്പോൾ നമസ്കാരത്തിന് വേണ്ടിയിട്ട് കുളിക്കുകയും മാറ്റിയും കുളിച്ച് വൃത്തിയാകണം എന്ന ഒരു വസ്വാസയിക്കണം, ഒതു കൊടുത്താൽ പോരാന്നുള്ള എങ്ങനെ നിസ്കരിക്കുക, അത് ഈ നിസ്കാര കുപ്പായ കിട്ടാലും നിസ്കാരം ശരിയാവും എന്നൊക്കെ ഉള്ളതുകൊണ്ടൊക്കെ കൂടി ആയിരിക്കും. ഇനിയിപ്പോൾ ഏതായാലും ഖളാ വീട്ടാം വളരെ ലാഘവത്തിൽ, അത് ഇസ്ലാമിലമല്ല. അങ്ങനെ കുളിച്ച് മാറ്റിയാലേ നിസ്കരിക്കാവുന്ന, ഒതു കൊടുത്താൽ മതി, വെള്ളക്കുപ്പായം തന്നെ ഇടണമെന്നില്ല. ഇതൊക്കെ ഓരോരോ വസ്വാസം, അതിൻ്റെ പേരിൽ ഒരു ഫർള് നഷ്ടപ്പെടുത്തുകയാണ്, കുറ്റകരമാണ്. അപ്പോൾ അതുകൊണ്ട് ഖളാ വീട്ടുക എന്നത് ആകെ വന്നിട്ടുള്ളത് രണ്ട് കാരണത്തിലാണ്. ഇതാ നാമ അഹദുക്കും അൻ സ്വലാത്തിൻ ഔ നസിയഹ ഫൽയുസല്ലിഹ ഇദാ ദക്കറഹ ഔ ഇസ്തൈഖള ഫഇന്നഹ വഖ്തുഹ. നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഉറങ്ങിപ്പോവുകയോ മറന്നുപോകും, ചിലപ്പോൾ മറന്നുപോയ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഉദാഹരണം നമുക്കൊക്കെ എനിക്ക് തന്നെ അനുഭവപ്പെട്ടിട്ടുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് ഇശാവിന് എല്ലാ വക്തിനും പള്ളിയിൽ പോകുന്നതെന്ന് വിചാരിച്ചോ, അപ്പോൾ പള്ളിയിലേക്ക് ഇറങ്ങാൻ നേരത്ത് രണ്ട് ഗസ്റ്റുകൾ വന്നു വിചാരിക്കാം. അപ്പോൾ നമ്മൾ അവരെ ഗസ്റ്റൊക്കെ വന്ന് കുറേ നേരം സംസാരിച്ച് അപ്പോൾ പിന്നെ പോകാൻ പറ്റൂല, അങ്ങനത്തെ ഗസ്റ്റുകളേക്കും. പിന്നെ നമ്മൾ പള്ളിയിൽ പോകേണ്ട ബോധം ഉണ്ടാവില്ല, കാരണം അത് ആ സമയത്ത് കഴിഞ്ഞെന്നുള്ള ധാരണയിൽ അങ്ങനെ സംഭവിച്ചു പോകാം. വളരെ സ്ഥിരമായ ആൾ. അതെ, ഏതായിരുന്നാലും മറവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു കരുതി കൂടി ചെയ്യുന്നതിൻ്റെ പേരല്ലല്ലോ. അത് ഇന്നല്ലാഹ റഫഅൻ ഉമ്മത്തി അൽ ഖതാ വൻ നിസ്യാന വ മുസ്തിക്രിഹു അലൈഹി, എൻ്റെ ഉമ്മത്തിന് മറവി സംഭവിച്ചു പോയത് അള്ളാഹു പിടി കൂടൂലെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യക്തമാക്കിയത്. അപ്പോൾ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ മറവിയും ഉറക്കവും പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫൽ യുസല്ലിഹ ഇദാ ദക്കറഹ, എപ്പോഴും ഓർമ്മ വരുന്നത് അപ്പോൾ ഫഇന്നഹ വഖ്തുഹ, പിന്നെ നീട്ടാൻ പറ്റൂല. ഉദാഹരണമായിട്ട് അസറിന് എണീക്കാൻ മറന്നുപോയി, മഗ്‌രിബ് കൊടുത്തതിന് ശേഷം ഒരാൾ ഉറക്കം തെളിഞ്ഞെന്ന് വിചാരിക്കും, ക്ഷീണിച്ചുറങ്ങിപ്പോൾ അങ്ങനെ സംഭവിച്ചു. അപ്പോൾ ഒതു എടുത്തിട്ട് അയാൾ ആദ്യം അസർ നിസ്കരിക്കണം, ഫഇന്നഹ വഖ്തുഹ. അപ്പം മഗ്‌രിബിന്റെ സമയമാണെങ്കിലും മഗ്‌രിബ് നമസ്കരിക്കുന്നുണ്ടെങ്കിലും അസറാണ് ആദ്യം നിസ്കരിക്കണം. അതെ, ഉറങ്ങിപ്പോയാലും മറന്നുപോയാലും അങ്ങനെയാണ് ചെയ്യേണ്ടതാണ് അതിൻ്റെ സമയം എന്നാണ് പറയുന്നത്. അപ്പം വേറൊരു നമസ്കാരത്തിനെ കുറിച്ച് നമുക്ക് മറ്റൊരു ചാപ്റ്ററിലേക്ക് കിടക്കാം. നമസ്കാരത്തിൽ നമ്മൾ യാത്രയുടെ സമയത്ത് ജമ്മാക്കുക എന്നുള്ളത് അനുവദനീയമായ ഒരു കാര്യമാണല്ലോ. പക്ഷെ ആ യാത്ര എത്രയാണ് അതിൻ്റെ ദൈർഘ്യം എന്നുള്ളത് പലപ്പോഴും ചർച്ചയാവാറ്. സാധാരണ നമ്മൾ ആളുകളുടെ സംഭവിക്കുന്ന ഒരു തെറ്റാണ് ജമ്മും കസറും എന്നാണ് പറയുക. അതെ, ജമ്മു കസർ. യഥാർത്ഥത്തിൽ ജമ്മും കസറും ഒന്നിൻ്റെ പേരല്ല. നമസ്കാരവുമായി ബന്ധപ്പെട്ട് രണ്ട് തരത്തിലുള്ള ആനുകൂല്യം, ഇളവ്, അതാണ് ഒന്ന് ജമ്, ഒന്ന് കസർ. അതിൽ കസർ നമസ്കാരവുമായി ബന്ധപ്പെട്ട് മാത്രമുള്ളതാണ്, നമസ്കാരവുമായി ബന്ധപ്പെട്ട് യാത്രക്കാർക്ക് മാത്രമുള്ളതാണ്. കസർ യാത്രക്കാർക്ക് മാത്രമുള്ള ഒരു ഇളവാണ്. യാത്രക്കാരല്ലാത്തവർക്കൊരു ഇളവായിട്ട് കസർ ഉള്ളത് മിനയിലാണ്. മിനയിൽ ഹാജിമാർ താമസിക്കുമ്പോൾ, അത് എല്ലാ മദ്ഹബുള്ള ആ വീക്ഷണക്കാരല്ല, പിന്നെ മുസാഫിർ അല്ലെങ്കിലും ആ സമയത്ത് അവർ അതാത് നമസ്കാരം ളുഹറാവട്ടെ അസറാവട്ടെ ഇശ ആവട്ടെ ഈ രണ്ട് റക്അത്തായിട്ട് നമസ്കരിക്കണമെന്നാണ്. ഇത് ഹദീസിലൊക്കെ വന്നതാണ്, സഹാബിമാർ അങ്ങനെ ചെയ്തിരുന്നതായിട്ടും. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടെ ഖസറാക്കിയിട്ടില്ല എന്നൊക്കെ
ഹദീസുകളിൽ കാണാൻ സാധിക്കും. ഏതായിരുന്നാലും നമസ്കാരത്തിലെ ഖസർ അഥവാ ചുരുക്കി നമസ്കരിക്കുന്ന എന്ന് മാത്രമല്ല, യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിലും പൂർത്തിയാക്കി നിസ്കരിച്ചിട്ടില്ല എന്നാണ്. കസറായിട്ട് അല്ലാതെ അതെ, ഖസറായിട്ടല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു യാത്രയിൽ നമസ്കരിച്ചിട്ടില്ല എന്നാണ്. അതുകൊണ്ട് ഖസറാക്കുകയാണ് വേണ്ടത്, നിർബന്ധമാണെന്ന് വരെ പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. നമ്മൾ ആ വീക്ഷണക്കാരല്ല. പക്ഷേ ഖസർ യാത്രക്കാർക്ക് മാത്രമുള്ള ഒരളവാണ്. അത് യാത്രക്കാരൻ എന്ന് പറയണം, യാത്ര പുറപ്പെട്ട് കഴിയണം. അഥവാ എനിക്കിപ്പോൾ വഴിയിൽ നിസ്കരിക്കാനെന്നുള്ള സൗകര്യം കിട്ടില്ല എന്ന ബോധ്യമുണ്ടെങ്കിൽ അസർ ലോഹറിൻ്റെ സമയത്ത് തന്നെ നിസ്കരിക്കാം, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ നിസ്കരിക്കാം. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ജമ്മിന് അങ്ങനെ, അതായത് ജമ്മിന് യാത്ര മാത്രമേ ജമ്മിന് പറ്റൂന്നില്ല. ഇപ്പോൾ പരീക്ഷയ്ക്ക് പ്രവേശിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് കൂട്ടിക്കുക, അവനിപ്പോൾ ഇവിടുന്ന് 1 മണിക്ക് തുടങ്ങുന്ന പരീക്ഷ, ഇവിടുന്ന് 12 മണിക്ക് ബസ് കയറണം, അപ്പോൾ ലോഹർ വാങ്ങ് കൊടുത്തിട്ടില്ല. അപ്പോൾ അവനെന്ത് ചെയ്യാം, അസറിൻ്റെ കൂടെ പരീക്ഷ ഒരു 5 മണിക്ക് കഴിയുമെങ്കിൽ അവൻ പരീക്ഷ കഴിഞ്ഞിട്ട് ലോഹർ അങ്ങോട്ടേക്ക് ജമ്മാക്കാം. ഇനി 3 മണിക്ക് തുടങ്ങി മഗ്രിബിൻ്റെ സമയത്താണ് തീരെയെങ്കിൽ അപ്പോൾ അസർ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളൂ. നേരത്തെ ലോഹറിന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഇതിപ്പോൾ ജമ്മിന് ഇങ്ങനെയൊക്കെ ഇതുണ്ട്. രോഗികൾക്ക് മഴ വർഷിച്ച് പള്ളിയിലേക്ക് പോകാൻ പറ്റാത്ത, വഴി തടസ്സപ്പെടുന്ന ഒരു വിധത്തിൽ മഴ, അങ്ങനെയൊക്കെ സമയത്തൊക്കെ എന്ത് ചെയ്യാം, ജമ്മാക്കാം. എന്നാൽ കസർ എന്ന് പറയും ആളുകൾ. കസർ എന്ന് പറഞ്ഞാൽ പൊട്ടിക്കാന്ന്, കസറാണ് ചുരുക്കുക. യാത്ര പുറപ്പെട്ട് കഴിഞ്ഞിരിക്കണം. അതിന് പഴയകാല ഫിഖ് ഗ്രന്ഥങ്ങളിലൊക്കെ കാണുക, ഈ നഗരാതിർത്തി അല്ലെങ്കിൽ ഗ്രാമാതിർത്തി കഴിയുക. അത് ഗ്രാമാതിർത്തി കഴിയാൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഈ ശാന്തപുരം ഗ്രാമം കഴിയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ റെയിൽവേ ഗേറ്റം കഴിഞ്ഞാൽ ഈ ഏരിയൻ്റെ ഇതാൻ കഴിഞ്ഞല്ലോ. ഇങ്ങനെ അടയാളമൊക്കെ ഉണ്ടെങ്കിലേ നടക്കുള്ളൂ. ഇപ്പം നമ്മൾ ചില ഹൈവേയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അതിർത്തി അങ്ങനെ മുറിയണ പ്രശ്നമില്ല. ബിൽഡിങ്ങുകളുടെ ഇത് കഴിയാന്നാണ്, ബിൽഡിങ്ങുകൾ അവിടെയാണ് അവസാനിക്കണം, അപ്പോൾ മുതൽ ആ നാട് കഴിഞ്ഞ്. പക്ഷേ ഇപ്പോൾ ബിൽഡിങ്ങുകൾ മുത്തലാസിക്കാണ്. പ്രധാനമായിട്ട് പെരിന്തൽമണ്ണ ചുങ്കത്തേക്ക് വരികയാണെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ചെറിയ ഗ്യാപ്പേ ഉണ്ടാവുള്ളൂ, മൊത്തം മുട്ടി കിടക്കണതാണ്. അപ്പോൾ അന്നത്തെ അവസ്ഥയിൽ അത് പറയുന്ന പോലെ ഇന്നത്തെ ഒരവസ്ഥ. ഏതായിരുന്നാലും ഇപ്പോൾ ശാന്തപുരം കഴിയാം, ഇവിടുന്ന് ഒരാൾ യാത്ര പുറപ്പെടുകയാണെങ്കിൽ ശാന്തപുരം, കോഴിക്കോട് നിന്ന് ഒരാൾ, കോഴിക്കോട് ടൗണിൻ്റെ അതിർത്തി എത്തുക, ഫറൂഖിലെത്തുമ്പോൾ എന്തായി, കോഴിക്കോട് വിട്ടെന്ന് പറയുമല്ലോ. അപ്പോൾ അയാൾക്ക് എന്ത് ചെയ്യാം, നമസ്കാരം കസറാക്കി നമസ്കരിക്കാം. മദീനയിൽ നിന്ന് ഏതാണ്ട് 400 കിലോമീറ്റർ 500 കിലോമീറ്ററിൻ്റെ ചോടയാണ് മക്കയിലേക്കുള്ളത്. മദീനയിൽ നിന്ന് 9 കിലോമീറ്ററാണ് എവിടേക്കുള്ളത്, ദുൽഹുലൈഫയിലേക്കുള്ളത്. അവിടെ വെച്ചാണ് ഹാജിമാർ ഇഹ്റാം ചെയ്യുക. മദീനക്കയിലൂടെ വരുന്ന ആളുകൾ, മദീനയിൽ നിന്ന് വരുന്ന ആളുകളും ദുൽഹുലൈഫിൽ ഇഹ്റാം. അപ്പോൾ ഈ 9 കിലോമീറ്റർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ടുണ്ട്, നമസ്കാരം കസറാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് യാത്രക്കിടയിൽ വെച്ച് നമസ്കാരം കസറാക്കാൻ പറ്റുകയുള്ളൂ. യാത്ര അവസാനിച്ച് കഴിഞ്ഞാൽ കസറാക്കാൻ പറ്റും. ഉദാഹരണം, ഒരാൾ തിരുവനന്തപുരം പോയി വീട്ടിൽ തിരിച്ചെത്തി, അപ്പോൾ അയാൾക്ക് മഗ്രിബ് ഇശ നമസ്കരിക്കാനുണ്ട്. അപ്പോൾ ഇശ എന്താക്കാൻ പറ്റൂല, കസറാക്കാൻ പറ്റില്ല. 3 ഉച്ചയ്ക്കും യാത്രയുടെ ഇടയിലാണെങ്കിൽ കസർ പറ്റുകയുള്ളൂ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ആ സമയത്ത് നടത്താൻ പറ്റുമോ, കസർ പറ്റൂല, യാത്രയുടെ ഇടയിലാണ്. അതെ, യാത്ര പുറപ്പെട്ട് കഴിയണം. അപ്പോൾ ഈ ജമ്മു ഒക്കെ ചെയ്യുന്നതിന്, ജമ്മു കസറൊക്കെ ചെയ്യുന്നതിൽ മശക്കത്ത്, അതിൻ്റെ ഒരു പ്രയാസമാണെന്ന് പറയാറുണ്ടല്ലോ. അപ്പോൾ ഈ യാത്രയൊക്കെ വളരെ ചെറിയ യാത്രയാണല്ലോ പുസ്തകം പറഞ്ഞത്. അപ്പോൾ അതിൽ പ്രയാസം എന്നുള്ള ഒരു കാരണം ഇതിലില്ലല്ലോ. അതായത് ഈ ഇസ്ലാമിലെ വിധി നിർദ്ധാരണത്തിൻ്റെ ബേസ് ഹിക്മത്തല്ല, ഇല്ലത്താണ്. ഇതൊക്കെ മനസ്സിലാകാൻ ഉദാഹരണം പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ. ഹിക്മത്തും ഇല്ലത്തും തമ്മിലുള്ള വ്യത്യാസം, ഇല്ലത്ത് എന്ന് പറഞ്ഞാൽ ആർക്കും വ്യക്തമായിട്ട് ഇന്നതാണെന്ന് പറയാൻ പറ്റും. ഹിക്മത്ത് പലർക്കും പലതായിരിക്കും, പലതും പല രൂപത്തിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് യാത്രയിൽ പ്രയാസം ഉണ്ടാകുമെന്നതാണ് യാത്രക്കാർക്ക് നമസ്കാരത്തിൽ ഈ കസറാക്കാനുള്ള അളവുള്ളത്. പക്ഷേ ഈ പ്രയാസം എന്ന് പറഞ്ഞത് നിർണ്ണയിക്കാൻ പറ്റൂല. ഇത്ര കിലോ പ്രയാസം, ഇത്ര ലിറ്റർ ഞെരുക്കം, ഇത്ര എണ്ണം വിശപ്പ്, ഇതൊന്നും നമുക്ക് നിർണ്ണയിക്കാൻ പറ്റൂല. അപ്പോൾ അതുകൊണ്ട് യാത്ര എന്നത് ഫൈദാ ദറബ്തും ഫിൽ അർളി, മാത്രമല്ല നോമ്പിനെ പറ്റി പറഞ്ഞ ഖുർആൻ കാണാം, ഫൈൻ കുന്തും മർദാ ഔ അലാ സഫരിൻ, നിങ്ങൾ രോഗികളോ യാത്രയിലോ ആണെങ്കിൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ യാത്ര പ്രയാസമുള്ളതാവട്ടെ പ്രയാസമില്ലാതാകട്ടെ, യാത്രയാണോ എങ്കിൽ ഇത് അനുവദനീയമാണ്. ജമ്മിനൊക്കെ യാത്ര എന്ന് തന്നെയാണ്. അതെ അതെ അതെ, മശക്കത്തല്ല യാത്ര. അതെ, ഇപ്പോൾ ട്രാഫിക് സിഗ്നൽ
റോഡ് ആക്സിഡൻ്റ് ഉണ്ടാവാനും ട്രാഫിക് ജാം ആവാതെ ഇരിക്കാനൊക്കെ ഉള്ള ഒരു സിഗ്നലാണ് ഈ റെഡ് കത്തുമ്പാടും നിർത്തണം എന്ന് പറയുന്നത്. ഈ റോഡൊക്കെ കാലിയാന്ന് വിചാരിച്ചിട്ട് എന്താക്കാൻ പറ്റൂല, അത് മുറിച്ചെടുക്കാൻ പറ്റില്ല. കാരണം മുറിച്ചെടുന്ന ഫൈൻ ഉണ്ടാവും, ശിക്ഷ ഉണ്ടാവും. അപ്പോൾ അവിടെ പോലീസുകാരനോട് അവിടെ റോട്ടിലൊന്നും ആരും ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവിടെ സിഗ്നൽ മുറിച്ചു കടന്നു എന്നുള്ളതാണ് ആ ശിക്ഷക്കുള്ള കാരണം. അവിടെ എന്തെങ്കിലും ആക്സിഡൻറ്റ് സംഭവിച്ചോ ഇല്ലേ എന്നുള്ളത്. എന്നതുപോലെ നിയമങ്ങളുടെ പ്രശ്നം അതാണ്. നിയമങ്ങൾ ഇപ്പോൾ പരീക്ഷയ്ക്ക് വൈകി വന്ന കുട്ടികൾക്ക് കയറാൻ പറ്റില്ല എന്ന് നിയമം ഉണ്ടെങ്കിൽ ഈ വൈകി വരുന്നതിൽ ഓൻ ചിലപ്പോൾ വഴിയിൽ വീണതാകാം, അല്ല ആരെങ്കിലും പിടിച്ചു വെച്ചതാകാം, കരുതിക്കൂട്ടി ഉഴപ്പിയതും ആകാം. പക്ഷേ ഇവിടെ നിയമത്തിൻ്റെ പ്രത്യേകത അതാണ്. അപ്പോൾ യാത്രയിൽ റസൂൽ ഇങ്ങനെ ചെയ്തിരുന്നു എന്ന് തന്നെയാണ് അതിൻ്റെ. അപ്പോൾ ചില ആളുകൾ പറയും ഇന്നത്തെ യാത്ര ഫ്ലൈറ്റിലുള്ള യാത്ര, ട്രെയിനിൽ AC വന്ദേ ഭാരതുള്ള യാത്രയും മംഗള എക്സ്പ്രസ്സിലുള്ള യാത്രയും ഒരേ മാതിരി അല്ലല്ലോ. പിന്നെ KSRTCയിലുള്ള കമ്പി പിടിച്ച് തൂങ്ങി പറിക്കുന്ന യാത്രയും AC കോച്ചിലുള്ള യാത്രയും ഒരേപോലെ അല്ലല്ലോ എന്തൊക്കെയാണ്. പക്ഷേ അതൊന്നും ഇവിടെ ചർച്ച അല്ല. യാത്രയിലുള്ള അളവ് യാത്രയിൽ റസൂൽ അങ്ങനെ ചെയ്തു. അതെ, ഒന്നത്. രണ്ടാമത്തത് യാത്ര തന്നെ എത്ര പുരോഗതി പ്രാപിച്ചാലും എത്ര ഉന്നതമായ സൗകര്യങ്ങൾ ഉണ്ടായാലും യാത്ര തന്നെയാണ്. അതിൻ്റെ അതാബ് ജുസൂ മിനൽ അതാബ് എന്നാണ് പറയുന്നത്. അത് ഇസ്ലാം എന്നേക്കുമായിട്ട് നൽകിയിട്ടുള്ള ഒരു ഇളവാണ്. അപ്പോൾ അതുപോലെ തന്നെ ജമ്മ് ചെയ്യുന്നതിലൊക്കെ പറയാറുള്ളത്, യാത്ര പോയി നമ്മൾ ഒരു സ്ഥലത്ത് ദൂരേക്കുള്ളൊരു യാത്രയാണ്. ആ യാത്ര ചെയ്യുന്ന അവിടെ എത്ര ദിവസമാണ് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാൻ. നേരത്തെ പറഞ്ഞപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഒരാൾ ഇവിടുന്ന് ഡൽഹിക്ക് പോയി, അപ്പോൾ ലക്ഷ്യസ്ഥാനത്തെത്തി, അപ്പോൾ അയാളെ യാത്ര ആനുകൂല്യം പിന്നെ ആ അർത്ഥത്തിൽ അവസാനിച്ചു. പക്ഷേ അയാളെ യാത്ര അങ്ങോട്ടുള്ള യാത്രയെ അവസാനിച്ചിട്ടുള്ളൂ. അയാൾ ഡൽഹിയിൽ നിൽക്കുമ്പോഴും തിരിച്ചു വരാൻ 4 ദിവസം എന്തോ ആവശ്യത്തിന് പോയിട്ട് തിരിച്ചു വരാനുള്ള, അപ്പോൾ അയാൾ മുസാഫിർ തന്നെയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് 4 ദിവസം വരെ ജമ്മും ഖസ്റും ആക്കാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ ഹജ്ജത്തുൽ വദാഇൻ്റെ സന്ദർഭത്തിൽ ഞായറാഴ്ച വന്നു. ഞായർ, തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴാഴ്ചയാണ് പിന്നെ അവിടെ നിന്ന് നീങ്ങിയത്. അപ്പോൾ ഇത്രയും ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞ് ചെല്ലുന്ന ദിവസവും പുറപ്പെടുന്ന ദിവസവും. ഇപ്പോൾ നമ്മളിപ്പോൾ ഡൽഹിയിലേക്ക് ചെല്ലുന്ന ദിവസം ആ ദിവസം കൂട്ടണ്ട, ഡൽഹിയിൽ നിന്ന് മടങ്ങുന്ന ദിവസം കൂട്ടണ്ട. അതിൻ്റെ ഇടയിലുള്ള 4 ദിവസം വരെ അർബാത്ത അയ്യാമ്, 4 ദിവസം വരെ ജമ്മും ഖസ്റും. ഇതാണ് ഭൂരിപക്ഷം ഫുഖാക്കളുടെ അഭിപ്രായം. ഹനഫി മദ്ഹബിലൊക്കെ അതിലധികം ദിവസങ്ങൾ 15 ദിവസം വരെ ജമ്മു ഖസ്റും. അനിശ്ചിതമായ യാത്ര നീളുകയാണെങ്കിൽ എത്ര നീണ്ടാലും ജമ്മു ഖസ്റും. അതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഉദാഹരണം പറയാം, എല്ലാ പണ്ഡിതന്മാരും ഉദാഹരണം പറയാം. ഇപ്പോൾ ഹജ്ജിന് പോകണ്ടല്ലോ ആളുകൾ. അപ്പോൾ ഈ പാവങ്ങൾ പലപ്പോഴും പ്രത്യേകിച്ച് സർക്കാർ ഇതിലൊക്കെ പോകേണ്ട ആളുകൾക്ക് വിമാനം എന്നാണ് യാത്ര എന്നുള്ളത് ചിലപ്പം പോണതിൻ്റെ തൊട്ട് മുമ്പൊക്കേക്കും അറിയാം. എല്ലാം റെഡിയായി നിന്നോന്ന് അറിയാം, നമുക്ക് അനുഭവമാണ്. അപ്പോൾ ഫ്ലൈറ്റിൻ്റെ ടൈം ഇതൊക്കെ പലതിനെ ആശ്രയിച്ചുള്ളതാണല്ലോ. ലക്ഷക്കണക്കിന് ആളുകൾ പോകുമ്പോൾ അപ്പോൾ ഇവർ പെട്ടിയൊക്കെ കെട്ടി റെഡിയായി നിൽക്കും. 4 ദിവസം എന്നത് അവിടെ ബാധകമല്ല. എപ്പം വേണമെങ്കിലും പോകാം. എന്നാണ് പോകുക എന്ന് ചോദിച്ചാൽ അവർക്ക് വരാൻ കഴിയില്ല, ചിലപ്പോൾ ആർക്കും വരാൻ കഴിയില്ല. മുകളിൽ നിന്ന് വന്നിട്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് എത്ര ദിവസവും നമസ്കാരം ജമ്മും ഖസ്റും ആക്കാം. നോർമൽ കേസിൽ 4 ദിവസം, ഈ പോണതും മടങ്ങണതും ഉള്ള ദിവസം ഒഴിച്ച് 4 ദിവസം. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനി ജുമാ നമസ്കാരത്തിലേക്ക് പ്രവേശിക്കാം. ജുമാ നമസ്കാരവുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അപ്പോൾ ജുമാ നമസ്കാരം ഫർള് ഐനാണ് എന്നുള്ളതാണോ? ഫർള് ഐൻ എല്ലാവർക്കല്ല, മറ്റുള്ളവർ അല്ലാത്ത പൊതുവെ പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജുമാ നമസ്കാരം, ജുമാ ഖുത്ബ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ജുമാ ഖുത്ബ അവൻ്റെ ഫർള് ഐനായിട്ടുള്ളൊരു വ്യക്തി, നിർബന്ധ ബാധ്യതയായിട്ടുള്ളൊരു വ്യക്തി, അദ്ദേഹം അവിടെ ജുമാ ഖുത്ബ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉറങ്ങുകയാണ് എങ്കിൽ അയാളുടെ ജുമ നഷ്ടപ്പെടുമോ? അയാൾ വീണ്ടും ളുഹർ നമസ്കരിക്കേണ്ടത് വരുമോ? എന്താണ് അതിൻ്റെ വിധി വരുന്നത്? ഉറക്കിനെ സംബന്ധിച്ച് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ആദ്യം പറയാം. ഉറുഫിയൽ ഖലമു അൻ സലാസ്, ഇൻഷാല്ലാഹ് പറയാം. 3 വിഭാഗം ആളുകളിൽ നിന്ന് അല്ലാഹു പേന ഉയർത്തി. അഥവാ അവർ ചെയ്യുന്ന കുറ്റകരാണെങ്കിലോ ഒന്ന് രേഖപ്പെടുത്തൂല. അതിൻ്റെ പേരിൽ അയാൾ ചോദ്യം ചെയ്യപ്പെടില്ല. അതിലൊന്ന് അനി നാഇമി ഹത്താ യസ്തൈഖിൽ, ഉറങ്ങുന്നവൻ ഉണരുന്നത് വരെ എന്നാണ്. ഈ ഹദീസ് വെച്ചിട്ട് ഒരു ചങ്ങായി എന്ത് ചെയ്തു, മൊബൈലും അലാറം വെച്ചില്ല. പണ്ട് ടൈം പീസൊക്കെ വെക്കാനും അങ്ങനെ വെച്ചില്ല. കൂടെ താമസിക്കുന്ന വീട്ടുകാരോടോ സുഹൃത്തിനോടോ അവൻ പറഞ്ഞില്ല വിളിക്കണം, എന്നെ വിളിക്കണ്ട, ഞാൻ ഉറങ്ങിയാൽ പിന്നെ എനിക്ക് കുറ്റമല്ല, അതുകൊണ്ട് വള്ളം അടച്ചൊന്ന് ഉറങ്ങട്ടെ. അങ്ങനെ ഉറങ്ങിയാൽ ആ ഉറക്കം തന്നെ കുറ്റ. ഒരാൾ ഇതെല്ലാം ചെയ്തിട്ട് ചിലപ്പോൾ ഉറങ്ങിപ്പോകാം. ആ വർക്കിനെ പറ്റിയിട്ടാണ് ഒരു കുറ്റമല്ല എന്ന് പറയുന്നത്. ഇത് ജുമാക്ക് പോകുമ്പോൾ തന്നെ ചില ആളുകൾ എന്താ നോക്കുകയെന്ന് പറയാം, എവിടെയാണ് തൂണ്, ആ തൂണുമ്മ ചാരിയിട്ട് അവിടെ ഒഴിവാക്കിയിട്ട് നല്ല എന്നുവെച്ചാൽ ഓൻ പോണ തന്നെ 2 റക്അത്ത് ഉറങ്ങാനാണ്. അങ്ങനത്തെ പോലെ ജുമാക്ക് പോയിട്ട് കാര്യമില്ല.
കാരണം അവർ പോകുന്നത് ജുമാക്കല്ല. ഫസ്റ്റ് ആ ഇലാതെ ഇക്കിരില്ല എന്ന് പറയുമ്പോൾ തലേനെ എടുത്തിട്ട് പോകണം എന്നാണ് ഓൻ മനസ്സിലാക്കുന്നത്. തലേനെ കൊണ്ടാൻ പാടില്ല, അവിടെ കയറ്റാത്തതുകൊണ്ട് മാത്രം കൊണ്ടുപോകാൻ നിൽക്കുന്ന അങ്ങനത്തെ ഉറക്കിൽ ഓല് രക്ഷപ്പെടില്ല. അതേസമയം ചില രോഗികൾ അല്ലെങ്കിൽ രാത്രിയൊക്കെ ഷിഫ്റ്റ് ഡ്യൂട്ടിയൊക്കെ ആയതുകൊണ്ട് അല്ലെങ്കിൽ എന്തോ കാരണത്താൽ വീട്ടിലെ പ്രശ്നം കൊണ്ടോ ഉറക്ക് വരാത്തത് കൊണ്ടോ അങ്ങനെയുള്ള ആളുകൾ ഖുതുബ ശ്രവിച്ചുകൊണ്ടിരിക്കെ ഉറങ്ങിപ്പോയി, അത് സ്വാഭാവികമാണ്, അതാർക്കും നിയന്ത്രിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണല്ലോ വാഹനം ഓടിക്കുന്ന ആളുകൾ ഉറങ്ങിപ്പോയി എന്നാണ് വലിയ ആക്സിഡൻ്റ്. അയാളും ചിലപ്പോൾ വലിയ ആക്സിഡൻറ്റിൽ പെടും, വാഹനത്തിൽ കൂടെ ഉണ്ടായിരുന്നവർ മരണം വരെ സംഭവിക്കാം. ഇതൊക്കെ സംഭവിക്കുന്നത് ഉറക്ക് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് പറ്റില്ല. അപ്പോൾ അത് അങ്ങനെയുള്ള ആളുകൾ ഉറങ്ങുമ്പോൾ ഖുതുബ പറയുന്ന ഇമാമ് അവരെ ചീത്ത പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, അത് ശരിയില്ല. അവരങ്ങനെ പരിഹസിക്കുകയോ ചെയ്യരുത്. എന്നാൽ ഇങ്ങനെ ഉറങ്ങാനായിട്ട് വരുന്നവരുണ്ടല്ലോ, എല്ലാ ആഴ്ചയും അവർ പ്രത്യേക ഒരു സ്ഥലം കണ്ടെത്തും, അത് നല്ല ചാരി ഇരിക്കാൻ പറ്റിയ സംവിധാനം ചെയ്യും, എന്നിട്ട് ഇങ്ങനെ ഉറങ്ങാം. അത് രണ്ടും രണ്ടാണ്. ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ആ ഉറക്കം ഏതായാലും അയാളെ ജുമാ നഷ്ടപ്പെടുത്താൻ മാത്രമല്ല കുറ്റകരം കൂടിയായിരിക്കും. അതെ അതെ. അപ്പോൾ അത് ജുമാന്റെ സമയത്ത് ഉറങ്ങുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വരുന്ന ആളുകളുണ്ടെങ്കിൽ അതിനു വേണ്ടിയുള്ള അറേഞ്ച് ചെയ്യാം. ഇങ്ങനെ ഉറക്കി തൂങ്ങുന്ന അപ്പോൾ ഹദീസുകളിലൊക്കെ കാണാം സ്ഥലം മാറിയിരിക്കാൻ. ഫിക്കിൻ്റെ കിതാബിൽ വിശദീകരിച്ച് ചെയ്തിട്ടുണ്ട്. ഒരാളിങ്ങനെ ഇരുന്നാൽ ഉറങ്ങി തൂങ്ങുകയാണെങ്കിൽ അയാൾ എന്ത് ചെയ്യുക, ഒന്നുമില്ല പോയി ഒന്നു കൊടുക്കുക, അല്ലെങ്കിൽ ഒന്നു മുറിക്കുക. അതൊന്നും ചിലപ്പോൾ പറ്റി നോക്കണമെന്നില്ല. ചിലർക്ക് നീങ്ങിയിരിക്കുക, അല്ലെങ്കിൽ ഇരുത്തത്തിൻ്റെ പൊസിഷൻ മാറ്റുക. ഇതൊക്കെ അയാളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉറക്കം നടക്കാൻ പറ്റുന്ന ഇതാണ്. ഈ ജുമ ആർക്കൊക്കെയാണ് നിർബന്ധം? ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ പുസ്തകം പറഞ്ഞല്ലോ, പൊതുവായിട്ട് അങ്ങനെ പറഞ്ഞതെന്ന് പറയും. പ്രായപൂർത്തിയെത്തിയ ബുദ്ധിയും വിവേകവും ഉള്ള സ്ഥിരതാമസക്കാരനായ ആരോഗ്യമുള്ള, ആരോഗ്യ പ്രശ്നമൊന്നും ഇല്ലാത്ത, രോഗികളില്ലാത്ത പുരുഷന്മാർക്കാണ് ജുമ ഫർദ് ഐനാവുന്നത്. ഈ പറഞ്ഞ് നമ്മൾ മാറ്റിയേക്കുക. സ്ത്രീകൾ, കുട്ടികൾ, രോഗികൾ, യാത്രക്കാർ, ഈ ആളുകൾ, ബുദ്ധി ഭ്രമം അങ്ങനെ സംഭവിച്ച ആളുകൾ, ഇത്രയും ആളുകൾ അവർക്ക് നിർബന്ധമില്ല. അഥവാ ജുമാക്ക് പോകാത്തതിനവർ കുറ്റക്കാരാവുകയില്ല. അവർ ജുമാക്ക് പോയാൽ സഹീഹാവും, പ്രതിഫലം കിട്ടും. രോഗികൾ ആ പകരുന്ന രോഗമാണ്, അല്ലെങ്കിൽ അയാളുടെ തന്നെ രോഗം വർദ്ധിക്കുകയും മൂർച്ഛിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ അവർ പോകരുതെന്നാണ്. അങ്ങനെ ശരീരത്തെ നാശത്തിലേക്ക് വലിച്ചു വെക്കുന്ന വിലക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മൾ കോവിഡ് കാലത്തൊക്കെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ പകർച്ചവ്യാധിയുമായി ബന്ധപ്പെട്ട സംഗതികൾ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാക്കുന്ന രൂപത്തിൽ ഉള്ള ആളുകൾ, ശരീരം വ്രണമായി ഒലിക്കുന്ന അങ്ങനത്തെ ഒക്കെ ഒരവസ്ഥയിൽ ആ ആളുകൾ ജുമക്ക് പോകാതിരിക്കുകയാണ് വേണ്ടത്. അല്ലാത്ത ആളുകൾ, ഇങ്ങനത്തെ രോഗികൾ ഒഴിച്ചാൽ ആളുകൾക്ക് പറ്റിയാൽ പോകുന്നത് കൊണ്ട് പുണ്യം കിട്ടും, പക്ഷെ നിർബന്ധമില്ല. അപ്പം അതുപോലെ തന്നെ ജുമാൻ്റെ സമയം എന്ന് പറയുന്നത് ശരിക്കും നമ്മൾ ലുഹറിൻ്റെ സമയത്താണ് ജുമ നടത്താറുള്ളത്. രണ്ടഭിപ്രായം ഉണ്ടായില്ല. അതെ. അതായത് അതിലെ ഒരു മനസ്സിലാക്കേണ്ട സംഗതി, സൗദി അറേബ്യയിൽ ഹംബലി മദ്ഹബാണ്. ലുഹറിൻ്റെ സമയത്തിന് മുമ്പ് സൗദി അറേബ്യയിലും ഖത്തറിലൊക്കെ ഹംബലി മദ്ഹബാണ് ഫോളോ ചെയ്യുന്നത്. കുവൈത്തിൽ എങ്ങനെയാണെന്ന് അറിയില്ല. അവർ പിന്നെ രാവിലെ ലുഹാ സമയമുണ്ടല്ലോ, സൂര്യൻ ഉദിച്ചൊരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞ് സൂര്യൻ ഉയർന്നതോടുകൂടി അവർക്ക് എന്ത് ചെയ്യാം, ജുമാൻ്റെ ടൈം ആയിന്നാ. പെരുന്നാൾ നിസ്കാരമൊക്കെ പോലെ തന്നെയാണ് എന്നാണ്. ലുഹർ ആവണം എന്ന് നിർബന്ധമില്ല. എന്നാൽ ബാക്കി 3 മദ്ഹബുകൾ, ശിഷ്യ ഷാഫി മദ്ഹബ് ലുഹറിൻ്റെ സമയത്തോടു കൂടിയാണ് ജുമാ. നേരത്തെ പറഞ്ഞ പറ്റി ഇവിടെ ഒരു ബന്ധമുണ്ട്. കാരണം ജുമയുടെ കൂടെ ജമ്മാക്കാൻ പറ്റൂല എന്ന ഇവിടെ നമ്മളെ നാട്ടിൽ ചില പണ്ഡിതന്മാരൊക്കെ അങ്ങനെ പിന്നെ പറയാറുണ്ട്. അവർ സൗദിയിലെ പണ്ഡിതന്മാർ പറയുന്നത് കേട്ടിട്ട് അത് ഏറ്റുപിടിക്കുകയാണ്. പക്ഷേ സൗദിയിലെ പണ്ഡിതന്മാർ പറയുന്നിടത്ത് ഒരു ന്യായമുണ്ട്. ഒരു നമസ്കാരം ജമ്മാക്കണമെങ്കിൽ ഒന്നാമത്തേൻ്റെ സമയമാകൽ നിർബന്ധമാണ്. അതായത് അസർ ലുഹറിൻ്റെ കൂടെ ജമ്മാക്കണമെങ്കിൽ ലുഹറിൻ്റെ സമയാവൽ നിർബന്ധമാണ്. അവിടെ ജുമ എന്ന് പറഞ്ഞാൽ അവിടെ ലുഹറിൻ്റെ സമയത്തിന് മുമ്പാണ് എന്താവുന്നത് ജുമ. ഇത് പലർക്കും അറിയാത്തതുകൊണ്ടാണ് ആ ഫത്വ അങ്ങനെ തന്നെ ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റാക്കിയിട്ട് ജുമേൻ്റെ കൂടെ ജമ്മാക്കാൻ പറ്റൂല എന്ന് പറയാൻ കാരണം. ആ പറയുന്ന അനുസരിച്ച് ശരിയാണ്. കാരണം അവിടെ ലുഹറിൻ്റെ സമയം പോലും ആയിട്ടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ല. ഏതായിരുന്നാലും പറഞ്ഞു വരുന്നത് ജുമേൻ്റെ ടൈം ഭൂരിപക്ഷം മദ്ഹബുകളുടെയും വീക്ഷണത്തിൽ ലുഹറിൻ്റെ സമയം തന്നെയാണ്. ലുഹർ വാങ്ങി കൊടുക്കുന്നതിന് മുമ്പ് ജുമ നിസ്കരിച്ചാൽ ജുമയായി പരിഗണിക്കപ്പെടില്ല. എന്നാൽ ഹംബലി മദ്ഹബിൻ്റെ വീക്ഷണപ്രകാരം ലുഹറിൻ്റെ മുമ്പ് ജുമ നമസ്കാരം അനുവദനീയമാണ്. അതിൽ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ ലുഹറിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇതും അനുവദനീയമാണെന്നൊരു അഭിപ്രായമുണ്ട്. അതിൽ പ്രബലം ഭൂരിപക്ഷത്തിൻ്റെ വീക്ഷണം ലുഹറിൻ്റെ സമയം തന്നെയാണ്. അതിൻ്റെ ചോദ്യം ഇതായിരുന്നു. അതായത് ഇങ്ങനെ ലുഹറിൻ്റെ സമയത്താണല്ലോ ഭൂരിപക്ഷം ആളുകളും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള സമയത്ത് ഒരു കമ്പനി, ആ കമ്പനിയിൽ നമ്മൾ
ഒരു വലിയൊരു കമ്പനിയാണ്, ഒരുപാട് ആളുകളുള്ള. പക്ഷെ എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ലീവ് കൊടുക്കാൻ പറ്റൂല, ഓഫ് കൊടുക്കാൻ പറ്റില്ല സമയത്ത്. അപ്പോൾ ഓരോ ഷിഫ്റ്റ് ആയിട്ടാണ് ഓഫ് കൊടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ കുറച്ച് ആളുകൾ ലോഹറിന്റെ സമയത്ത് ജുമാ നമസ്കരിക്കുകയും ലോഹർ കഴിഞ്ഞിട്ട് അവർ ജുമാ ഖുത്തുബിയൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ശേഷം അടുത്ത ഷിഫ്റ്റിൽ വേറൊരു ആൾക്കാർ ജുമാ നമസ്കരിക്കുകയും ഒരേ കമ്പനിയിൽ തന്നെ അതിന് താഴെ ജുമാ നമസ്കരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ഇസ്ലാമിക സമൂഹത്തിലാണെങ്കിൽ ഈ പ്രശ്നം വരൂല. ദീനീ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള കമ്പനി മാനേജറും കമ്പനി നിയമങ്ങളൊക്കെ പൂർണ്ണമായി ഇസ്ലാമിക ശരീഅത്തൊന്നും അല്ലെങ്കിലും ഒരു ഇസ്ലാമിനോട് പ്രതിബദ്ധതയുള്ള ഇസ്ലാമിക വിരുദ്ധമല്ലാത്ത ഒരു ഇതൊക്കെ വെച്ച് പുലർത്തുന്നതാണ് ഈ പ്രശ്നം വരില്ല. യൂറോപ്പ് പോലുള്ള ചില സ്ഥലങ്ങളിലും അതുപോലെ തന്നെ വേറെയും ചില സ്ഥലങ്ങളിൽ നേർക്കുന്നേരം അനുഭവപ്പെട്ടതായിട്ടും ഫത്വ സമിതികളൊക്കെ ഫത്വ കൊടുക്കുകയും ചെയ്ത വിഷയമുണ്ട്. അത് ഈ പറഞ്ഞ പോലത്തെ കമ്പനികളാണ്. മുസ്ലിങ്ങളോ ഒക്കെ ഉണ്ടാവും. അവർ പ്രയറിന് ഒരു സമയം ഒരു കൊടുക്കും, അല്ലെങ്കിൽ ഒരു നിശ്ചിത ടൈം കൊടുക്കും. നമ്മളെ നാട്ടിലും ആ രീതിയിൽ ഉണ്ടെന്ന് കേട്ടത്. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ടാവും. അതെ അതെ അതെ. അപ്പോൾ ഇങ്ങനെയുള്ള ഇടത്തിലൊക്കെ പണ്ഡിതന്മാർ ഇളവ് നൽകിയിട്ടുണ്ട്. പക്ഷെ അപ്പോഴും ലോഹറിൻ്റെ ശേഷമായിരിക്കണം, അസറിൻ്റെ മുമ്പും ആയിരിക്കണം. ഇങ്ങനെ ഷിഫ്റ്റ് ആക്കി ഇളവുണ്ടെങ്കിൽ അത് ഉപയോഗപ്പെടുത്താം എന്ന് അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ സമയത്തിന്റെ പ്രശ്നം അവിടെ വരുന്നില്ല. പക്ഷെ നേരത്തെ പറ്റൂല, നേരത്തെ ശേഷം അസറിൻ്റെ മുമ്പും ആയിരിക്കണം. നമ്മളെ നാട്ടിൽ ഈ കോവിഡ് കാലത്ത് തന്നെ ചില പള്ളികളിൽ ഒന്നിലധികം ജുമാ നടത്തിയിട്ടുണ്ട്. അതൊക്കെ പണ്ഡിതന്മാർ അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ ജുമാ നമസ്കാരത്തിന് അവിടെ പ്രശ്നം എന്താണ്? ഒരു ജുമാ നഷ്ടപ്പെടുത്തുകയാണോ വേണ്ടത്, അതല്ല സാധ്യമാകുന്ന രൂപത്തിൽ അത് നടത്തുകയാണോ എന്ന് ചോദിച്ചാൽ അവിടെ സാധ്യമാവുന്നത് ചെയ്യുക എന്നതാണ് ശരീഅത്തിന്റെ ഇതിനോട് യോജിച്ച്. എപ്പോഴും നമ്മൾ ഈ ജുമാ നടത്താൻ എത്ര ആളുകളാണ് വേണ്ടത്? ഒരു ജുമാ നടത്താനുള്ള ഷാഫി മദ്ഹബ് അനുസരിച്ച് 40 ആളാണ്. 40 ആളില്ലെങ്കിൽ ഇങ്ങനെ നോക്കണം എന്നാ, 40 ആളെ എണ്ണം തേഞ്ഞില്ല 39 ഉണ്ടെങ്കിൽ ലോഹർ സ്കെച്ച് പിരിയണം എന്നാ. പക്ഷേ ഹംബലി മദ്ഹബ് മറ്റ് ഹനഫി മദ്ഹബിലൊന്നും അങ്ങനെയല്ല. 2 മുതൽ 12 വരെ പറഞ്ഞ ഫുഖഹാക്കളുണ്ട്. അതിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണ് എന്നതിൽ മനസ്സിലാക്കേണ്ടതുള്ളൂ. ഈ 40 തന്നെ വേണം, നിർബന്ധം പിടിക്കേണ്ടതില്ല. അതെ. അപ്പോൾ അതുപോലെ തന്നെ ജുമാ നമസ്കാരേ പള്ളിയിൽ വെച്ച് തന്നെ നിർവഹിക്കണം എന്ന് നിർബന്ധമുണ്ടോ? ഇതിലും വ്യത്യസ്ത വീക്ഷണങ്ങൾ. ഷാഫി മദ്ഹബിൽ പള്ളിയിൽ തന്നെ ആയിരിക്കണം എന്നാണ്. അതുകൊണ്ട് ഗ്രൗണ്ട്, പാർക്ക് ഇതൊന്നും പോലെ അനുവദിക്കൂല. എന്നാൽ ഹനഫി മദ്ഹബിൽ അങ്ങനെ കാർക്കശ്യമില്ല. ഒരു മുസ്ലിമീങ്ങൾ ഒരു യാത്ര പോവുകയാണെങ്കിൽ യാത്രക്കാർക്ക് നിർബന്ധമില്ലെങ്കിലും ഒരു പാർക്കിലോ ഗ്രൗണ്ടിലോ പിന്നെ സമ്മേളന നഗരിയിലോ അവിടെയൊക്കെ അവർക്ക് എന്ത് ചെയ്യാം, നമസ്കരിക്കാം. അത് മദ്ഹബിൻ്റെ ഇടയിലുള്ള അഭിപ്രായ വ്യത്യാസം എത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ. ഏതായിരുന്നാലും സൗകര്യപ്പെട്ടാൽ ഗ്രൗണ്ടുകൾ, ഓഡിറ്റോറിയങ്ങൾ, ഇൻഡോർ ഔട്ട്ഡോർ പിന്നെ ഓപ്പൺ പാർക്ക് അങ്ങനെയുള്ള സ്ഥലങ്ങൾ, മൈതാനം ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ജുമാ നമസ്കരിക്കാൻ മാത്രം ആളുകൾ ഉണ്ടെങ്കിൽ അവിടെ ലോഹർ നമസ്കരിക്കാതെ ജുമാ നമസ്കരിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ അത് തന്നെ ചെയ്യാണ് നല്ലത്. പള്ളി ഇപ്പോൾ അതുപോലെ തന്നെ പള്ളിയിൽ സ്ഥലമില്ല, ജുമാ നമസ്കരിക്കാൻ വന്നപ്പോൾ അവസാനം പള്ളിയിൽ സ്ഥലമില്ല, അപ്പുറത്തെ ബിൽഡിങ്ങിൽ കുറേ സ്ഥലം ഉണ്ട്, ആ ബിൽഡിംഗ് കൂടെ ജുമാക്ക് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക. അങ്ങനെ ഉപയോഗപ്പെടുത്തുമ്പോൾ ആ പള്ളിയിലെ ഇമാമിനെ തന്നെ ഫോളോ ചെയ്യാൻ ചില നിബന്ധനകളുണ്ട്. സെഫുകൾ തമ്മിൽ ചേരണം. ഇപ്പോൾ ഇപ്പോൾ ആ സെഫിനോട് ചേർന്ന് തന്നെ മുറ്റത്തും കൂടി നിന്നിട്ട് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ആ ഒരു ചേർച്ച ഉണ്ടാകുകയാണെങ്കിൽ അനുവദനീയമാണ്. അങ്ങനെ ചെയ്യേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ എപ്പോഴും കേരളത്തിൽ എപ്പോഴും ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ജുമയുമായി ബന്ധപ്പെട്ട് ഖുതുബയുമായി ബന്ധപ്പെട്ട് ഖുതുബയുടെ ഭാഷ. അത് ബഹുഭൂരിപക്ഷം പള്ളികളിലും ഇന്ന് അറബി ഭാഷയിലാണ് ഖുതുബ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് വർക്ക് കൂടുന്നത്. അത് നിർബന്ധമാണോ ആ ഒരു അറബി ഭാഷയിൽ ഖുതുബ അറിയാന്നുള്ളത്? ഷാഫി മദ്ഹബിൻ്റെ തന്നെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഖുതുബയുടെ അർക്കാനുകൾ അറബിയിലായിരിക്കൽ ഷർത്താണ് എന്നാണുള്ളത്. മുഴുവൻ അറബിയിലായിരിക്കണം എന്ന കിതാബ് എന്ന് പറഞ്ഞ കിതാബുകളുണ്ട്. ഇനിയിപ്പോൾ അതും പറഞ്ഞ് നമ്മൾ ഈ ക്ലിപ്പ് എടുത്തിട്ട് ഇയാൾ കിതാബ് ഓതിയിട്ടില്ല എന്ന് പറഞ്ഞ് വരേണ്ട ആളുകൾ, ഖുതുബ മുഴുവൻ അറബിയിൽ തന്നെ ആകണമെന്ന് ശാഠിക്കുന്ന പണ്ഡിതന്മാരും കിതാബുകളും ഉണ്ട്. എന്നാൽ അതിൻ്റെ റുക്നുകൾ മാത്രമാണ് അറബിയിലാകൽ നിർബന്ധമുള്ളൂ എന്നത് അതിനേക്കാളൊക്കെ അതിശയം 4-ാം നൂറ്റാണ്ട് വരെ ഷാഫി മദ്ഹബിൻ്റെ ഒരൊറ്റ കിതാബിലും അറബി ആണെന്നുള്ള ഷർത്തനല്ല. അതിന് ശേഷമാണ് റുക്നോ മറ്റോ ഒരു സംഗതിയും അറബി ഭാഷയിലായിരിക്കണമെന്ന ഷർത്തന്നെ ഇല്ല. ഹിജറ 5-ാം നൂറ്റാണ്ടോ 4-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഖാലി ഹുസൈൻ, ഷാഫി മദ്ഹബിലെ പ്രഗത്ഭനായ ഖാലി ഹുസൈനാണ് ആദ്യമായിട്ട് ഇങ്ങനൊരു ഷർത്ത്
എഴുതി അല്ലെങ്കിൽ കൂട്ടിച്ചേർത്തിട്ടുള്ളത്. ഷാഫി ഇല്ല, ഇമാം ഷാഫിയുടെ ശേഷമുള്ള അങ്ങനത്തെ ആ ഗ്രന്ഥങ്ങളിലൊന്നും ഇത് ഷർത്തായിട്ടോ റുക്കിനായിട്ടോ എഴുതിയ കാണാൻ കഴിയില്ല. അപ്പോൾ അത് പിന്നെ നമ്മളെ നാട്ടിലൊരു ഒരു പിടിവാശി എന്ന് മാത്രമേ ഉള്ളൂ. ഇമാം ഷാഫിയുടെ അഭിപ്രായത്തിൽ അറബിയിലായിരിക്കണം ഇല്ല. ഇമാം ഷാഫിയുടെ 4 നൂറ്റാണ്ട് വരെ ഷാഫി മദ്ഹബിൽ തന്നെ അത് ഖുതുബയുടെ ഷർത്തായിട്ടില്ല. അപ്പോൾ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അറബിയിലല്ലേ ഖുതുബ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ അറബിയിലല്ലാതെ ഇംഗ്ലീഷ് ഖുതുബ പറഞ്ഞാൽ അങ്ങനെ ഉണ്ടാവും? അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ വേറെ ആളെ കൊണ്ടുവരേണ്ടി വരൂലേ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ജനതയോട് സംസാരിച്ചിട്ടുള്ളത് ആ ജനതയ്ക്ക് ബോധ്യമാകുന്ന മനസ്സിലാവുന്ന ഭാഷയിലാണ്. അപ്പോൾ റസൂലിൻ്റെ സുന്നത്ത് പിൻപറ്റുകയാണെങ്കിൽ എന്ത് ചെയ്യണം? അറബി ഓരോ നാട്ടിലെയും ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിൽ സംസാരിക്കുമ്പോൾ അയാൾക്ക് പറയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ നാട്ടുകാരോട് മനസ്സിലാവുന്ന ഭാഷയിലാണ് ഖുതുബ പറഞ്ഞത്, ഞാൻ എൻ്റെ നാട്ടുകാർക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് ഖുതുബ അറിയാമെന്ന്. അതാണ് സുന്നത്ത് മനസ്സിലാക്കാം. അപ്പോൾ പിന്നെ ഇവർ ചോദിക്കും അതിനെ കൗണ്ടർ ചെയ്യൽ, അപ്പോൾ പിന്നെ നിസ്കാരം അങ്ങനെ ആക്കുമോ നിങ്ങൾ? ഞാൻ അതെ, അതിന് നിസ്കാരം എന്ന് പറഞ്ഞാൽ അള്ളാഹുവായിട്ടാണ് ഒന്ന്. രണ്ടാമത്തത് സൊല്ലു കമാറ ഐത്തുമോനി ഉസല്ലി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയും ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഇമാം അബൂ ഹനീഫയെ പോലുള്ളതാണ് അറബി അറിയാത്ത ആളുകൾക്ക് പേർഷ്യൻ ഭാഷയിൽ ഓതി നിസ്കരിക്കാൻ. അറബി അറിയാത്ത ഒരാൾക്ക് അങ്ങനെ ഉണ്ട്. അപ്പോൾ എന്ന് വിചാരിച്ചിട്ട് നാളെ മുതൽ നിസ്കാരം മലയാളത്തിലാക്കണമെന്ന് ഞാൻ പറഞ്ഞെന്ന് ആണെങ്കിൽ ഇവർക്ക് പ്രചരിപ്പിക്കാം. പക്ഷേ ഇപ്പോൾ പറഞ്ഞു വന്നൊരു ചുരുക്കതാണ്, ജനങ്ങൾക്ക് തിരിയുന്ന ഭാഷയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ നടത്തിയിട്ടുള്ളത്. ഖുതുബയിൽ ചില സഹാബിമാരോട് നബി സല്ലല്ലാഹു അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ചില സഹാബിമാർ ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. ഖലീഫമാരുടെ കാലത്തൊക്കെ നടന്നിട്ടുണ്ട്. ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാവുന്നതുകൊണ്ടാണ്. ഷാഫി മദ്ഹബിൻ്റെ കിതാബിൽ തന്നെ കാണാം ബലാഗത്ത് വേണം, വെച്ചാൽ മനസ്സിലാകുന്ന ഭാഷയിൽ എന്താണ് ഉദ്ദേശമെന്ന് തിരിയുന്ന വ്യക്തത ഉണ്ടാവണം എന്നൊക്കെ നമുക്ക് ഖുതുബയെ പറ്റി പറഞ്ഞാൽ കാണാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് ഈ കാർക്കശ്യം എന്നത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു തർക്കമാണ്. മിക്ക സ്ഥലങ്ങളിലും ഷാഫി മദ്ഹബ് അനുസരിച്ച് ഫോളോ ചെയ്യുന്ന നാടുകളിൽ പോലും വിദേശ രാജ്യങ്ങളിലൊക്കെ അതാത് നാട്ടിലെ രൂപത്തിൽ ഖുതുബ പറയും നമുക്ക് കാണാൻ സാധിക്കും. അത് നാട്ടിലെ ഭാഷ. അതെ അതെ അതെ. പക്ഷേ നമ്മൾ പാലിക്കേണ്ടത് റുക്കുനുകൾ ഷാഫി മദ്ഹബിൻ്റെ ഗ്രന്ഥങ്ങളിൽ തന്നെ പറഞ്ഞതുപോലെ അർക്കാൻ ഖുതുബയുടെ അടിസ്ഥാന ഘടകങ്ങളൊക്കെ ഹംദ്, സലാത്ത്, തഖ്വയുടെ ഉപദേശം, ഖുർആനിൽ നിന്നുള്ള ആയത്ത്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് അറബിയിലാക്കുക. അതുപോലെ തന്നെ ഈ ജുമാ ഖുതുബ നടക്കുന്ന സമയത്ത് അതിൽ സംസാരിക്കുക എന്നുള്ളത് നിരോധിക്കപ്പെട്ടൊരു കാര്യമാണല്ലോ. നിരോധിക്കുക മാത്രമല്ല, അവർക്ക് സംസാരമില്ല എന്ന് വെച്ചാൽ അടുത്ത ആളോട് നന്മ പറയാൻ പറ്റില്ല. നല്ല അടുത്തിരിക്കുന്ന ഒരാൾ സംസാരിക്കാൻ നോക്കിക്കോ, മുണ്ടല്ല ഖുതുബ എടുക്കാണെന്ന് പറഞ്ഞാൽ ഇവൻ്റെ ഖുതുബ പോയി. അതാണ്. അപ്പോൾ ഇവൻ്റെ ജുമാ ലഗ വൃഥാവിലായി. ഒരു നന്മ കൽപ്പിക്കാൻ തിന്മ വിരോധിക്കാൻ പോലും ഖുതുബ ശ്രവിക്കുക എന്നത് വാജിബായ ഒരു സംഗതിയാണ്. ഖുതുബ ശ്രദ്ധിക്കുക എന്നത് വാജിബായ, നേരത്തെ ഉറക്കത്തെ പറ്റി പറഞ്ഞ പോലെ അല്ല ഇത്. അതെ, സംസാരം എന്നുള്ളത്. അതെ. അപ്പോൾ അതുകൊണ്ട് ഒരാൾ അടുത്തുനിന്ന് സംസാരിക്കുക എന്ന് ചെയ്യുകയാണെങ്കിൽ ഇനി എന്തെങ്കിലും സംസാരിക്കേണ്ടി വന്നാൽ തന്നെ ആംഗ്യം കാണിക്കുക, ഇങ്ങനെ കാണിക്കുക എന്നല്ലാതെ മറ്റും ചെയ്യരുതാണ്. അതുപോലെ തന്നെ ഉസ്താദേ, ഒരു ജുമയും അതുപോലെ തന്നെ പെരുന്നാൾ നമസ്കാരവും പെരുന്നാളും കൂടെ ഒന്നിച്ച് വന്നു കഴിഞ്ഞാൽ നമുക്ക് ജുമ ഒഴിവാക്കാൻ പറ്റുമോ? ഒഴിവാക്കാൻ ഒരു രീതി ഉണ്ടോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യം വന്നിട്ടുള്ളത്. ഇതിൽ ഈ വിഷയത്തിൽ നിന്ന് മൊത്തം ഹദീസുകൾ പഠിച്ചാൽ മനസ്സിലാകുക, ചില മദ്ഹബുകളുടെ വീക്ഷണം, പ്രത്യേകിച്ച് ഹംബലി മദ്ഹബ് അനുസരിച്ച് ഏതെങ്കിലും ഒന്നേ വാജിബുള്ളൂ എന്നാണ്. പക്ഷേ ആ ഹദീസുകൾ പരിശോധിച്ച് നോക്കിയാൽ ജുംഹൂർ, ഹനഫി, ഷാഫി മദ്ഹബിൻ്റെ ഒക്കെ വീക്ഷണങ്ങൾ പോലെ ജുമാ ഖുർആൻ കൊണ്ട് തന്നെ വാജിബായ ഒരു സംഗതിയാണ്. അതേസമയം പെരുന്നാൾ നിസ്കാരം അങ്ങനെയുള്ളതല്ല. അപ്പോൾ പെരുന്നാൾ നിസ്കാരം എല്ലാ മദ്ഹബ് അനുസരിച്ചും സുന്നത്തേ ഉള്ളൂ, വാജിബല്ല. അപ്പോൾ വാജിബായ ഒരു സംഗതി സുന്നത്തായതുകൊണ്ട് പരിഹരിക്കപ്പെടുകയില്ല എന്ന വീക്ഷണം വളരെ പ്രബലമാണ്. അപ്പോൾ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞതോ? അവിടെ കാണാം മൻ ജാഅ മിൻ അഹ്ലിൽ അവാലി ഫൽ യൻസരി ഇദാ ഷാ ഫൽ യൻസരിഫ് എന്ന് പറഞ്ഞു. അതായത് കുറേ ദൂരത്തു നിന്നുള്ള മലഞ്ചെരുവിൽ നിന്നൊക്കെ, ഉയർന്ന മലഞ്ചെരുവ് പ്രദേശങ്ങളാണ് അവാലി എന്ന് പറയുക, ആലിയ, ജമ്മു ആലിയ, അവിടെ നിന്നൊക്കെ പെരുന്നാൾ നിസ്കാരത്തിനായിട്ട് അവർ വരികയാണ് മദീനയിൽ, കുറേ ദൂരത്തുനിന്ന്. ഈ ആളുകൾ പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞിട്ട് പോയാൽ അവർക്ക് പിന്നെ ജുമാ നിർബന്ധമല്ല. കാരണം അവർ അതായത് പള്ളിയുടെ അടുത്തില്ലാത്ത വിദൂരത്തുള്ളവർക്ക് ജുമാ നിർബന്ധമല്ല. തൊട്ടടുത്ത് പള്ളിയില്ല, അന്ന് യാത്രാ സൗകര്യം ഇന്നത്തെ പോലെ ഇല്ലല്ലോ.
അപ്പോൾ അത്തരം ആളുകൾ ഇനി പോയാൽ അവർ വീണ്ടും ജുമയ്ക്കായിട്ട് വരേണ്ടതില്ല എന്നുള്ള അർത്ഥത്തിൽ അത്തരം ആളുകൾക്ക് ഇത് മതിയാകും. അവർ ജുമ വരെ വെയിറ്റ് ചെയ്ത് ഇവിടെ ഇരിക്കേണ്ടതില്ല. അപ്പോൾ അവർക്കുള്ളൊരു ഇളവാണ് പറഞ്ഞത്. ഇത് തൊട്ടടുത്ത് പള്ളിയിൽ ജുമയൊക്കെ നടക്കുമ്പോൾ ഞാൻ പെരുന്നാൾ നിസ്കരിച്ചിരിക്കണം ഒന്നും കിടന്നുറങ്ങാനോ അതൊന്നുമില്ല. ചിലപ്പോൾ ചില യാത്രക്കാർക്ക് അങ്ങനെ ഉണ്ടാവും. അതെ, യാത്രക്കാർ ഉദാഹരണമായിട്ട് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് ഉമ്മനെ കാണാനോ ഇതുവരത്തുള്ള എങ്ങോട്ടേക്കും പോകാനൊക്കെ ഉള്ള ആളുകളാണെങ്കിൽ അവർ യാത്രക്കാരനാകുന്നതോടുകൂടി ജുമ അവർക്ക് നിർബന്ധമല്ലാതായി. അപ്പോൾ അവർക്ക് പെരുന്നാൾ നിസ്കാരം കഴിഞ്ഞ് അവർക്ക് പോകാം. ജുമ വരെ യാത്ര നീട്ടി വെക്കണമെന്നില്ല. ജുമ ദിവസം പെരുന്നാൾ വന്നു എന്നതല്ല അതിന്റെ കാരണം. അത് രണ്ടും കൂടെ വന്നപ്പോൾ പ്രായോഗികമായ ചില ഇളവുകൾ നൽകിയതാണ്. അത് സ്വന്തം നാട്ടിൽ, സ്വന്തം കൺമുമ്പിൽ, സ്വന്തം പരിസരത്ത് ജുമ നടക്കുമ്പോൾ പോകാതിരിക്കാനുള്ള ന്യായമായിട്ട് ഇളവായിട്ടും മനസ്സിലാക്കേണ്ടതില്ല എന്നർത്ഥം. അതേപോലെ ഈ പെരുന്നാൾ നമസ്കാരത്തെക്കുറിച്ച് പറയുമ്പോഴേ, പെരുന്നാൾ നമസ്കാരം പലപ്പോഴും പല ആളുകൾ, നമ്മുടെ ചില ആളുകൾ പള്ളിയിൽ തന്നെയാണ് കുറേ കാലമായിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങാതെ പള്ളിയിൽ തന്നെയാണ് നമസ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നാൽ കേരളത്തിൽ തന്നെ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഒരുപാട് ആളുകൾ പുറത്ത് മൈതാനിലാണ്, പറ്റുമെങ്കിൽ മൈതാനിലേക്കാണ് നമസ്കാരത്തെ മാറ്റിവെക്കാറുള്ളത്. ഇത് ഏറ്റവും അഫ്ളലായിട്ടുള്ളത് പള്ളിയാണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ പോലും പെരുന്നാൾ നിസ്കാരം പള്ളിയിൽ നിസ്കരിച്ചിട്ടില്ല. മഴ ഉണ്ടായപ്പോൾ പള്ളിയിൽ നിന്ന് നിസ്കരിച്ചു എന്നൊരു ഹദീസ് സ്വീകാര്യ, അത് ഐഫാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയാണല്ലോ ഏറ്റവും ഉത്തമമായ ചര്യ. അതോടൊപ്പം തന്നെ മനസ്സിലാക്കണം, ഷാഫി മദ്ഹബിൻ്റെ വീക്ഷണം അനുസരിച്ച് മക്കയിൽ ഒരു കാലത്തും മസ്ജിദുൽ ഹറാമിലല്ലാതെ പെരുന്നാൾ നിസ്കരിച്ചിട്ടില്ല. ഇതാണ് ഉള്ള പ്രശ്നം. അപ്പോൾ ഇവിടെ പണ്ഡിതന്മാർ ഒരു കൂട്ടർ പറയുന്നത് മക്ക വിശാലമായ പള്ളി ആയതുകൊണ്ട് അവിടുന്ന് പിന്നെ പുറത്ത് പോകേണ്ടതില്ല, അതന്നെ ഒരു മൈതാനം അത്രയും വിശാലം. അപ്പോൾ അതുകൊണ്ട് പള്ളി അത്രയും വിശാലമാണെങ്കിൽ പിന്നെ ഒരു മൈതാനത്തേക്ക് പോയിട്ട് കൃത്രിമത്വം ഉണ്ടാക്കേണ്ടതില്ല. അഫ്ദൽ പള്ളി തന്നെയാണ്. പള്ളി ഇടുങ്ങിയതാണെങ്കിൽ സഹറ വെളിസ്ഥലം, പൊതുസ്ഥലം ആണ് അഫ്ദൽ എന്ന കാര്യത്തിൽ തർക്കമില്ല. ഇവിടെ നമ്മളെ നാട് ഭയങ്കര വാശിയാണ്. പള്ളി ഇടുങ്ങിയ പള്ളിയായിരിക്കും. കാരണം പെരുന്നാളിൻ്റെ സമയത്ത് വെക്കേഷനൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നാട്ടിലുണ്ടാവും പ്രദേശത്ത്. അപ്പോൾ അവർ എന്നിട്ട് തിക്കി എരിഞ്ഞ് അങ്ങനെ നിസ്കരിക്കേണ്ട ഒരു കാര്യമില്ല. പ്രത്യേകിച്ച് മഴയൊന്നും ഇല്ലാത്ത നല്ല കാലാവസ്ഥയാണെങ്കിൽ അവർക്ക് മൈതാനം, തൊട്ടടുത്ത് മൈതാനം ഉണ്ടെങ്കിൽ ആ മൈതാനത്തിൽ തന്നെ നിസ്കരിക്കുന്നതാണ് അഫ്ദൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശരിയും അതാണ്. എന്നാൽ ആ മൈതാനത്തെ നിസ്കരിച്ചാൽ ശരിയാവോ പെരുന്നാൾ നിസ്കാരം എന്ന വാശി പിടിക്കേണ്ട കാര്യമില്ല. ഇത് വളരെ ഫ്ലെക്സിബിളായ ഒരു വിഷയമാണ്. അഫ്ദൽ ഏതായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ചെയ്ത മൈതാനത്തിൽ. കാരണം എന്താണെന്നറിയോ, ആർത്തവകാരികളായ സ്ത്രീകൾക്കും പങ്കെടുക്കൽ സുന്നത്താണ്. പെരുന്നാൾ നമസ്കാരത്തിലല്ല, ആ ചടങ്ങ് വീക്ഷിക്കാൻ, ഖുത്ബ കേൾക്കാൻ, പ്രാർത്ഥനയ്ക്ക് ദുആ ചെയ്യാൻ അവർ വരട്ടെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഡ്രസ്സ് ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ടെങ്കിൽ ഉള്ളവർ സഹായിക്കട്ടെ എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അത് പള്ളിയിൽ നടക്കൂല. അപ്പോൾ ഒരു ഗ്രൗണ്ടിൽ പെരുന്നാൾ നിസ്കാരം നടക്കുകയാണെങ്കിൽ ഗ്രൗണ്ടിൽ തന്നെ കസേര ഇട്ടിട്ടോ അല്ലാതെയോ സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രായമുള്ളവർക്കൊക്കെ അതിൽ പങ്കെടുക്കാനുള്ള ഒരു സൗകര്യം പള്ളിയേക്കാൾ ഓപ്പൺ മൈതാനത്തായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആ ഒരുപാട് ഇതെന്താണെന്ന് വെച്ചാൽ എല്ലാവരും കാണുകയും പിന്നെ വിശേഷം പറയുകയും ആലിംഗനം ചെയ്യുകയും ആശംസകൾ കൈമാറുകയൊക്കെ ചെയ്യുന്നത് വലിയൊരു ഒരു ഇണക്കത്തിൻ്റെയൊക്കെ ഒരു തല അതിലുണ്ടല്ലോ. അപ്പോൾ അതിനൊക്കെ അർത്ഥത്തിൽ പ്രബലമായ വീക്ഷണം, പ്രമാണങ്ങളോട് യോജിച്ച് നിൽക്കുന്ന വീക്ഷണം ഒക്കെ മൈതാനം തന്നെയാണ് അഫ്ദൽ എന്നതാണ്. ഇപ്പോൾ മക്കയിൽ ഹറമിൽ നിന്ന് പുറത്തേക്ക് പോയിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു തെളിവായിട്ട്. അതെ 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 അതെ. അപ്പോൾ അതിൽ വേറൊരു കാര്യം, ഈ ചില ആളുകൾ വീട്ടിൽ വെച്ച് നമസ്കരിക്കും. ഇപ്പോൾ പല ആളുകൾക്കും സ്ത്രീകളൊന്നും പള്ളിയിലാവുമ്പോൾ പള്ളിയിലേക്ക് വരുന്നില്ലല്ലോ. സുന്നത്താണ് കിതാബുകളാണ്. അതായത് പള്ളിയിൽ പോകാൻ പറ്റാതെ, രോഗം കാരണം പള്ളിയിൽ പോകാൻ പറ്റാത്തവർ സ്ത്രീകൾക്ക് വീട്ടിൽ നിന്ന് ഇപ്പോൾ രോഗികളെ പരിചരിക്കുന്ന സ്ത്രീകൾ അവിടെ ഉണ്ടെന്ന് വിചാരിക്കുക, അവർക്ക് ഇവരെ ഇട്ടേച്ച് പോകാൻ പറ്റൂല. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് പെരുന്നാൾ നിസ്കാരം ഖുത്ബല്ല 2 റക്അത്ത് പെരുന്നാൾ നിസ്കരിക്കുന്നത് സുന്നത്താണ് എന്ന് ഫുഖഹാക്കൾ അഭിപ്രായപ്പെട്ടു. പെരുന്നാൾ നമസ്കാരത്തിൻ്റെ സമയവും കൂടെ പറയാം. സമയം എപ്പോഴാണ്? സമയം സൂര്യൻ ഉദിച്ച് ദുഹാ നിസ്കാരം ടൈം തന്നെ, സൂര്യോദയം കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ ഉടനെ പെരുന്നാൾ നിസ്കാരത്തിൻ്റെ ടൈമായി.